vivo V29e. ഒരു കാര്യം പറഞ്ഞേക്കാൻ ഡിസൈൻ കണ്ട് ചാടിക്കയറി മേടിക്കാനായിട്ട് വരട്ടെ. ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇതിന്റെ ഗുണങ്ങളും പോരായ്മകളും എല്ലാം അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങളിത് പർച്ചേസ് ചെയ്യുക. ഞാൻ കഴിഞ്ഞ കുറച്ച് വീഡിയോസ് ആയിട്ട് ഒച്ചയിൽ വ്യത്യാസം ഉണ്ടല്ലോ ബ്രോ, കുറച്ചുകൂടെ ആക്റ്റീവ് ആവണം. ആക്ച്വലി ഞാൻ ശ്രമിക്കുന്നുണ്ട്, വയ്യാതെ ഇരിക്കുവാണ്, അതുകൊണ്ടാണ്, അല്ലാണ്ട് ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് റിവ്യൂ ചെയ്യുവാണെന്ന് വിചാരിക്കരുത്. സോ ഇതാണ് ബോക്സിനകത്ത് സ്മാർട്ട് ഫോണിൽ ഇടാവുന്ന ഒരു TPU കേസ്, കുറച്ച് ഡോക്യുമെന്റേഷൻസ്, സിം ടൂൾ, 44 വാട്ട് വരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചാർജറും അതുമായിട്ട് കുത്താവുന്ന ഒരു USB കേബിളും, ഇത്രയും കാര്യങ്ങളാണ് ബോക്സിനകത്തുള്ളത്. ഈ ഒരു വീഡിയോ ഞാൻ പല ആസ്പെക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് ഡിസ്പ്ലേ എങ്ങനെയുണ്ട്, ഡിസൈൻ എങ്ങനെയുണ്ട്, ക്യാമറ എങ്ങനെയുണ്ട്. സോ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ഐഡിയ കിട്ടും. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ബിൽഡ് ക്വാളിറ്റി ആൻഡ് ഡിസൈൻ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഡിസൈൻ പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഏതാനും വർഷങ്ങൾക്ക് മുന്നേ പല സ്മാർട്ട് ഫോൺ ബ്രാൻഡുകളും ഇറക്കിയ ഡിസൈൻ പോലെ തോന്നാം. എന്നാൽ ഇത്തവണ അവർ 2 കളർ വേരിയൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ആർട്ടിസ്റ്റിക് റെഡ് ആണ്, പിന്നെ ആർട്ടിസ്റ്റിക് ബ്ലൂ ഉണ്ട്. മെയിൻലി അവർ പറഞ്ഞിരിക്കുന്നത് ഈ ബാക്ക് പോർഷൻ ആക്ച്വലി ഗ്ലാസ് ആണ്. ഇതിന്റെ ഈ ഒരു സൈഡിലായിട്ട് ഒരു സാൻഡ് പേപ്പർ പോലത്തെ ഒരു മാറ്റ് ഫിനിഷ്, ഇത് കളർ ചേഞ്ചിങ് ഗ്ലാസ് ആണ്. പ്ലസ് ഈ ഒരു സൈഡിൽ കണ്ടില്ല ഒരു റൂബി ഡയമണ്ട് പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ക്യാമറ മൊഡ്യൂളിന് ചുറ്റും 2 റിംഗ് കൊടുത്തിട്ടുണ്ട്. സോ ഡിസൈൻ വൈസ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം പണി എടുത്തിട്ടുണ്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൽ. പക്ഷേ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഇതിന്റെ കൂടെ വരുന്ന TPU കേസ് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ ആ ഒരു ഡിസൈനിൻ്റെ ഭംഗി അങ്ങോട്ട് പോകും. സോ കേസ് ഇല്ലാണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാലാണ് ഈ ഒരു ഡിസൈനിൻ്റെ ഒരു ലുക്കൊക്കെ കിട്ടുന്നത്. പക്ഷേ കേസ് ഇല്ലാണ്ട് ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുക, ചിലപ്പോൾ കയ്യിൽ നിന്ന് സ്ലിപ്പായി പോയേക്കാം. കാരണം വളരെ സ്ലിം ആയിട്ടുള്ള ഫോൺ. സ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 7.5 mm മാത്രമേ ഉള്ളൂ തിക്നെസ്. പിന്നെ അവർ പറയുന്നത് ഒരു 25K to 30K പ്രൈസ് റേഞ്ചിൽ വരാവുന്ന കർവ്ഡ് ഡിസ്പ്ലേ 120 Hz കർവ്ഡ് ഡിസ്പ്ലേ ഉള്ള ഫോണുകളിൽ ഏറ്റവും സ്ലിമ്മസ്റ്റ് ആയിട്ടുള്ള ഫോണാണ് ഇത് എന്ന്. സോ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യുക. കാരണം ബാക്ക് ഗ്ലാസും കൂടെയാണ്, പ്ലസ് വെയിറ്റ് ഏകദേശം 180 ഗ്രാമോളമാണ്. സോ അത്യാവശ്യം വെൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോൺ, സ്ലിം ആയിട്ടുള്ള ഫോൺ. ഇനി ഡിസ്പ്ലേയിലേക്ക് വരാം. കർവ്ഡ് ഡിസ്പ്ലേ ആണ്. ആക്ച്വലി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ബാക്കും ഫ്രണ്ടും ഈക്വലി കർവ്ഡ് ആണ്. ഇതൊരു 120 Hz 3D കർവ്ഡ് AMOLED ഡിസ്പ്ലേ ആണ്. AMOLED ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറും ലഭിക്കുന്നുണ്ട്. അത് അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് 120 Hz ആണെങ്കിൽ സ്മാർട്ട് സ്വിച്ച് ഉണ്ട്. അതായത് നിങ്ങൾക്ക് 60 Hz ഓർ 120 Hz ഇടാൻ പറ്റും. 120 ഇടാനേ ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. കാരണം സ്മാർട്ട് സ്വിച്ചിൽ ഇട്ടാൽ കുഴപ്പമില്ല, ബാറ്ററി ലാഭിക്കാൻ പറ്റും. പക്ഷേ പല സ്ഥലങ്ങളിലും 60 Hz 120 പെട്ടെന്ന് മാറുമ്പോൾ നമ്മൾക്ക് ആ ഒരു ഫ്ലൂയിഡ് അല്ലേ എന്ന് തോന്നിപ്പോവും. പക്ഷെ 120 ഫുൾ ടൈം ഇടുന്നതെങ്കിൽ ബാറ്ററിയും കുറയും, സോ ബാറ്ററി ബാക്കപ്പും കുറയും. സോ നിങ്ങളുടെ ഇഷ്ടം പോലെ. ബട്ട് എൻ്റെ പേഴ്സണൽ ചോയ്സ് എന്ന് പറയുന്നത് 120 ഇട്ട് കഴിഞ്ഞാലായിരിക്കും ആ ഒരു സ്മൂത്ത് എക്സ്പീരിയൻസ് കിട്ടുന്നത്. ആൻഡ് മുകളിലായിട്ട് നിങ്ങൾക്ക് പഞ്ച് ഹോൾ കിട്ടുന്നുണ്ട്. ആൻഡ് ഓവറോൾ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുവാണെങ്കിൽ വളരെ നല്ലൊരു ഡിസ്പ്ലേ ആണ്. 1300 nits പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട്. ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ അടിയിലൊക്കെ യൂസ് ചെയ്ത് നോക്കി അത്യാവശ്യം നന്നായിട്ട് കാണുന്നുണ്ട്. സോ ഡിസ്പ്ലേ വൈസ് കൊള്ളാം. ഇനി നമുക്ക് ഈ 2 യമണ്ടൻ ക്യാമറയിലേക്ക് വരാം. ക്യാമറ മൊഡ്യൂൾ കണ്ടു കഴിഞ്ഞാൽ വലുതായിട്ട് തോന്നുമെങ്കിലും ക്യാമറാസ് ആക്ച്വലി കുട്ടിയാണ്. 2 ക്യാമറാസ് ഉണ്ട്. ഒരു 64 MP പ്രൈമറി ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ള ക്യാമറയും, അതിനെ ഒരു പോർട്രേറ്റ് ക്യാമറ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞുതരാം. പിന്നെ ഒരു 8 MP അൾട്രാ വൈഡ് ക്യാമറയും ഉണ്ട്. സോ നമുക്ക് മെയിൻ 64 MP ഒരു പ്രൈമറി OIS ക്യാമറയിൽ തന്നെ തുടങ്ങാം. സോ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ളത് പെട്ടെന്ന് ഫോട്ടോസ് എടുക്കുമ്പോൾ അധികം ഷേക്ക് ഒന്നും വരുന്നില്ല. അത് ഞാൻ നോട്ടീസ് ചെയ്തു. പക്ഷേ ഫോട്ടോസിൽ വിവോയുടെ സ്വന്തമായിട്ടുള്ള ആ ഒരു ടച്ച് ഉണ്ട്. പ്രത്യേകിച്ചും എനിക്ക് തോന്നിയത് HDRന്റെ ആ ഒരു സെഗ്മെന്റ് നോക്കുവാണെങ്കിൽ HDR കുറച്ചുകൂടി നല്ല രീതിയിൽ നന്നാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷേ നോർമലി നമ്മൾ ജനറലി ഫോട്ടോസ് എടുക്കുമ്പോൾ ഒന്നും അത്ര കാര്യമായിട്ടുള്ള പ്രശ്നമൊന്നുമില്ല, ഡീസൻ്റ് ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഇനി സോഫ്റ്റ്വെയർ അൽഗോരിതം വെച്ചിട്ട് ഇതിനകത്തൊരു 2x മോഡ് കൊടുത്തിട്ടുണ്ട്. അതിനെ ആ ഒരു 50 mm ആ ഒരു ലെൻസിൽ എടുക്കുന്ന പോലെയുള്ളൊരു ഫീല് കൊണ്ടുവരാനും, പിന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ആ ഒരു ബൊക്കെ ഇല്ലേ, ആ ഒരു പല ബൊക്കെ മോഡുകൾ, പല അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ പോർട്രേറ്റ് മോഡിൻ്റെ കുറച്ച് ഫോട്ടോ സാമ്പിൾസ് കാണിച്ചു തരാം. ഹ്യൂമൻ സബ്ജക്ട്സിൽ പ്രത്യേകമായിട്ട് ഞാൻ ശ്രദ്ധിച്ച കാര്യം എന്ന് വെച്ചാൽ പലപ്പോഴും പല ഫോട്ടോ എടുക്കുമ്പോഴും കുറച്ച് പഞ്ചി ആയിട്ടുണ്ട്. ആൻഡ് ഓവറായിട്ട് ഒരു കോൺട്രാസ്റ്റ് ഇടയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ചും ലോ ലൈറ്റ് സിറ്റുവേഷനുകളിൽ. പക്ഷേ ആ ഒരു ബൊക്കെയും കാര്യങ്ങളൊക്കെ കൊള്ളാം. എഫക്റ്റുകളൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ആൻഡ് ഫോട്ടോസിൽ വിവോയുടെ ആ ഒരു ടച്ച്, അതായത് സ്കിന്ന് ഇത്തിരി സ്മൂത്തൻ ആക്കിയിട്ട് ആ ഒരു കാണാൻ നല്ല ഭംഗിയൊക്കെ ഉള്ള, സോ അത്തരത്തിലുള്ള ഫോട്ടോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. പക്ഷേ ജനറലി എടുക്കുന്ന ഫോട്ടോസിന് ഇത്തിരി ഇത് പുട്ടിയും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. പിന്നെ പോർട്രേറ്റ് മോഡലിൽ വെഡിങ് സ്റ്റൈൽ പോർട്രേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ ആ ഒരു ഫിൽറ്റർ. ഇനി വീഡിയോ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുവാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ 1080p 60 FPS വരെയാണ് എടുക്കാൻ പറ്റുന്നത്. 4K 30 FPS മോഡും കൂടെ കൊടുക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷേ എടുക്കുന്ന വീഡിയോസ് അത്യാവശ്യം സ്റ്റേബിൾ ആണ്. ഏകദേശം ഇത്തരത്തിലുള്ള ഒരു ഔട്ടായിരിക്കും ഇതിൽ നിന്ന് കിട്ടുന്നത്. ഇനി 8 MP അൾട്രാ വൈഡ് ക്യാമറ ഉണ്ട്.
ഡീസൻ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. ഇനി ഫ്രണ്ട് സെൽഫി ക്യാമറയിലേക്ക് വരാം. ഇതിൽ 50 മെഗാ പിക്സലിൻ്റെ ഐ ഓട്ടോ ഫോക്കസ് ഉള്ള ക്യാമറയാണ് വരുന്നത്. അതായത് നോർമലി ഉള്ള ഫിക്സഡ് ഫോക്കസ് അല്ല, നമ്മൾ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിലേക്ക് ഫോക്കസ് ചെയ്യും, ദൂരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിനെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. 2 ഫോട്ടോ സാമ്പിൾസ് ഞാൻ കാണിച്ചു തരാം. സോ ജനറലി അങ്ങനെ ഒരു നല്ല ബ്രൈറ്റ് ലൈറ്റിലൊക്കെ ഫോട്ടോസ് എടുക്കുമ്പോൾ അത്യാവശ്യം കൊള്ളും. കുറച്ച് ലൈറ്റ് ഒന്ന് ഡിം ആവുന്ന സമയത്ത് നമ്മൾ ആ ഒരു കാണുന്ന സ്മൂത്തനിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ച് പ്രോമിനൻ്റ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. സോ അത്തരത്തിലുള്ള ഫോട്ടോസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവും. ബട്ട് ഡേ ലൈറ്റിൽ നമ്മൾ എടുക്കുന്ന ഫോട്ടോസിൽ ആ ഒരു വിവോയുടെ ആ ഒരു സിഗ്നേച്ചർ ടച്ച് എല്ലാ ഫോട്ടോസിലും കാണുന്നുണ്ട്. ആൻഡ് ഫ്രണ്ട് ക്യാമറയിൽ നിങ്ങൾ വ്ളോഗിംഗ് ഒക്കെ എടുക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ 1080p 30 frames per second വീഡിയോ എടുക്കാനായിട്ട് പറ്റുന്നത്. 1080p 60 fps ബാക്ക് ക്യാമറയിൽ മാത്രമാണ് ഉള്ളത്. വിവോ V29e ഫ്രണ്ട് ക്യാമറയിൽ 1080p 30 frames per second എടുക്കുന്ന ഒരു ഫൂട്ടേജ് ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഇത്തരത്തിലുള്ള ഒരു ഫ്രണ്ട് സെൽഫി വീഡിയോ ക്വാളിറ്റി ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇനി ഞാൻ ഇതിന്റെ ആ ഒരു ടീസർ വീഡിയോ അഥവാ ഫോൺ ഇറങ്ങുന്നതിന് മുന്നേ ഉള്ള പ്രീ ലോഞ്ച് വീഡിയോ ഇട്ടപ്പോൾ ആ ഒരു വീഡിയോയിൽ ഞാൻ സ്ലിമ്മസ്റ്റ് ഫോൺ എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും കമന്റ് ചെയ്തു, സ്ലിമ്മസ്റ്റ് ഫോൺ അപ്പോൾ ബാറ്ററി മോശമായിരിക്കും, 4000 ഉണ്ടാവുള്ളൂ, 4500. ആക്ച്വലി 4000 അല്ല, 5000 mAh ബാറ്ററി ഇതിനകത്തുണ്ട്. 5000 മാത്രമല്ല 44 വാട്ടിന്റെ ഫ്ലാഷ് ചാർജിങ്ങും ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം പെട്ടെന്ന് ചാർജിങ് കയറും. 1 day ഫുള്ള് നിങ്ങൾക്ക് ബാറ്ററി ലാസ്റ്റ് ചെയ്യും. ഇനി കമ്മിങ് ടു പെർഫോമൻസ്, ഇതിനകത്തുള്ളത് സ്നാപ്ഡ്രാഗൺ 695 ആണ്. അൺടു സ്കോർ റൺ ചെയ്ത് നോക്കി ഏകദേശം 4.5 lakhs ആണ് വരുന്നത്. ഞാൻ ഇതുവരെ ഫോൺ യൂസ് ചെയ്തപ്പോൾ ഹീറ്റ് അനുഭവപ്പെട്ടിട്ടില്ല. എന്നാൽ പോലും ഇത് ഒരു കാഷ്വൽ യൂസ് അല്ലെങ്കിൽ നോർമൽ ഗെയിംസ് ഒക്കെ കളിക്കാനായിട്ട് പ്രശ്നമൊന്നുമില്ല. ഹൈ എൻഡ് ആയിട്ടുള്ള ഗെയിംസ്, ഹെവി ആയിട്ടുള്ള ഗെയിമിംഗ്, പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഗെയിമിംഗ് ഒക്കെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ നിങ്ങളൊന്നും കൂടി ചിന്തിക്കേണ്ടി വരും. കാരണം 4.5 lakhs അൺടു സ്കോർ എന്ന് പറയുന്നത് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഒരു കാഷ്വൽ ഫോൺ അല്ലെങ്കിൽ എനിക്കൊരു ഫോൺ മേടിക്കണം, എനിക്ക് വലിയ യൂസ് ഒന്നുമില്ല, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് ഇതൊക്കെ കണ്ടാൽ മതി, അത്യാവശ്യം ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് ചിന്തിച്ച് ബാറ്ററി ബാക്കപ്പ് ഒക്കെ നിൽക്കണം എന്ന് പറഞ്ഞ് പോയി എടുക്കുന്നവർക്കായിരിക്കും ഉചിതം. അല്ലാതെ നിങ്ങളൊരു ഹാർഡ് കോർ ഗെയിമറാണ്, ഞാനിത് ഗെയിമിങ്ങിന് വേണ്ടി എടുത്തോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 695 ആണ്. സോ ലോജിക്കലി സ്പീക്കിംഗ് 695 ഒരു മോഡറേറ്റ് ഗെയിമിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണാണ്. ഇനി സോഫ്റ്റ്വെയർ വൈസ് ഫൺ ടച്ച് OS ആണ്, ആൻഡ്രോയിഡ് 13 ആണ് വരുന്നത്. ആൻഡ് ഫൺ ടച്ച് OSൽ വരുന്ന എക്സ്ട്രാ ആയിട്ടുള്ള ആപ്സ് ഇതിനകത്തും ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയേണ്ടി വരും. പ്ലസ് പുഷ് നോട്ടിഫിക്കേഷൻസ് നമുക്ക് വരുന്നുണ്ട്, ഇതൊക്കെ തള്ളിക്കളയാം. 8GB റാമിന്റെ വേരിയന്റ് ആണ് വരുന്നത്. 8GB റാം, 128GB സ്റ്റോറേജ്, 8GB റാം, 256GB സ്റ്റോറേജും. ആൻഡ് ഇതിനകത്ത് ഹൈബ്രിഡ് സ്ലോട്ട് ആണ്. ഒരു നാനോ സിം, പിന്നെ ഒരു നാനോ സിം അല്ലെങ്കിൽ മൈക്രോ SD കാർഡ് ഇടാനായിട്ട് പറ്റും. സോ സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാം. പ്ലസ് 8GB വരെ റാം എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റും. സോ ബാക്ക്ഗ്രൗണ്ടിൽ അവർ പറയുന്നത് ഏകദേശം 27 ആപ്ലിക്കേഷനോളം പുറകെ നിർത്താൻ പറ്റുന്നതാണ്. സോ ബേസിക്കലി എക്സ്റ്റെൻഡഡ് റാം എന്ന് പറയുന്നത് നമ്മൾ ബാക്കിൽ ഇട്ടേക്കുന്ന ആപ്ലിക്കേഷൻ ചത്തുപോകാതെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തിരിക്കാനായിട്ട് ആ ഒരു രീതിക്കാണ് അത് ഇതിനകത്തുണ്ട്. 5G ഫോണാണ്. 7 5G ബാൻഡുകൾ ഇതിനകത്തുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ടോ? സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇല്ല, ഒരൊറ്റ ഡൗൺ ഫയറിംഗ് സ്പീക്കറാണുള്ളത്. പക്ഷേ ഡ്യുവൽ ബാൻഡ് വൈഫൈ ഉണ്ട്. 2.4 GHz 5 GHz ലഭിക്കുന്നുണ്ട്. NFC ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നില്ല, FM റേഡിയോ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നില്ല, ആൻഡ് ഹെഡ്ഫോൺ ജാക്കും ലഭിക്കുന്നില്ല. ആൻഡ് ഫോൺ മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രീ അപ്ലൈഡ് ആയിട്ട് സ്ക്രീൻ പ്രൊട്ടക്ടർ കിട്ടുന്നുണ്ട്. സോ സ്ക്രീൻ പ്രൊട്ടക്ടർ നിങ്ങൾ വേറെ മേടിക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ ഇത് ഒരു ടെമ്പേർഡ് ഗ്ലാസ് ഇട്ടേക്കാം. കാരണം വെരി എന്താ പറയുക, നല്ല സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു ഫോണായിട്ടാണ് എനിക്ക് തോന്നി. സോ ഓവറോൾ ഞാൻ ഫീൽ ചെയ്യുന്നത് വെച്ചാൽ വിവോ ഏറ്റവും കൂടുതൽ പണിയെടുത്തിരിക്കുന്ന സെക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസൈനിലും, പിന്നെ ഫോൺ ഭയങ്കര സ്ലിം ആക്കുന്ന ആ ഒരു രീതിക്കും, പിന്നെ ഈ ഒരു ഡിസ്പ്ലേ നല്ല രീതിയിൽ കാലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഔട്ട്ഡോറിലായിക്കോട്ടെ ടോട്ടലി കാണുന്ന ഒരു കളേഴ്സും അതൊക്കെ കാലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ക്യാമറാസ് ആർ വിവോ സ്റ്റൈൽ, ആ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ക്യാമറാസ് എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ഇത്ര സ്ലിം ഫോം ഫാക്ടറിലും 5000 mAh ബാറ്ററി കയറ്റിയിട്ടുണ്ട് എന്നുള്ളത് ഇംപ്രസീവ് ആയിട്ടുള്ള കാര്യമാണ്. സോ പെർഫോമൻസ് മാത്രമായിട്ടാണ് നിങ്ങൾ നോക്കി എടുക്കുന്നതെങ്കിൽ ഈ ഫോൺ ചിലപ്പോൾ നിങ്ങൾക്കുള്ളതായിരിക്കില്ല. പക്ഷേ നിങ്ങൾക്ക് ഡിസൈൻ അല്ലെങ്കിൽ ലുക്സ് വെച്ചിട്ട് ഷോ ഓഫ് ഒക്കെ കാണിക്കുന്ന ആ ഒരു മെൻറ്റാലിറ്റിയിലുള്ള കസ്റ്റമേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ സ്മാർട്ട് ഫോൺ ലുക്കിൻ്റെ കാര്യത്തിൽ നിങ്ങളെ വിഷമിപ്പിക്കില്ല. എക്സ്പെക്റ്റഡ് പ്രൈസ് എന്ന് പറയുന്നത് 25,000 to 30,000 പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. പെർഫോമൻസ് നോക്കുന്നവർക്കാണെങ്കിൽ വേറെയും ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. സോ നിങ്ങളുടെ മെയിൻ യൂസ് നോക്കിയതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നി ഉറപ്പായിട്ടും ചാനൽ ചെക്ക് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തുടർന്ന് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തോളം നോട്ടിഫിക്കേഷൻ വിളിച്ചാൽ മറക്കണ്ട. നമ്മൾക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.